നിങ്ങൾ ഒരു പ്രവാസിയാണോ? നിങ്ങൾ ഇതുവരെയും നോർക്ക ID കാർഡ് എടുക്കാത്തവരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണിത്. കേരള സർക്കാരിന്റെ കീഴിൽ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക വകുപ്പ് തന്നെയുണ്ട്. അതാണ് നോർക്ക വകുപ്പ്. നോർക്ക വകുപ്പിന്റെ കീഴിൽ പദ്ധതികളെ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി നോർക്ക റൂട്ട് ഏജൻസി എന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ കീഴിൽ വരുന്ന പ്രത്യേക ഒരു പദ്ധതികളാണ് നോർക്ക ID കാർഡ്, പ്രവാസി ക്ഷേമനിധി പദ്ധതി, സ്വാന്തനം പദ്ധതികൾ, തിരിച്ചുവന്ന പ്രവാസികളെ പുനരധിവസിക്കുന്ന പദ്ധതികൾ തുടങ്ങിയവ നടപ്പിലാക്കി വരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നോർക്ക ID കാർഡ്. നോർക്ക ID കാർഡ് എടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ: ഗവൺമെന്റ് പ്രവാസികളും തമ്മിലുള്ള ഒരു തിരിച്ചറിയൽ രേഖയാണ് ഈ പ്രവാസി ഐഡന്റിറ്റി കാർഡ്. ഇത് എടുക്കുന്നത് മൂലം പ്രവാസികൾ വിദേശങ്ങളിൽ വെച്ച് മരണപ്പെടുകയോ ചെയ്യപ്പെട്ടാൽ അവർക്കുള്ള 4 ലക്ഷം രൂപയുടെ പദ്ധതി അത് അവരുടെ കുടുംബങ്ങൾക്ക് ലഭ്യമാകുന്നു. അതോടൊപ്പം തന്നെ പ്രവാസികൾ അപകടത്തിൽപ്പെട്ട് അംഗവൈകല്യങ്ങൾ സംഭവിച്ചാൽ അവർക്ക് 2 ലക്ഷം രൂപ ഇതിലൂടെ നൽകും. ചില പ്രത്യേക സമയങ്ങളിൽ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് 2% മുതൽ 7% വരെ ഡിസ്കൗണ്ടുകളും ഈ കാർഡ് ഉള്ളതുകൊണ്ട് ലഭ്യമാകുന്നു. അതുകൂടാതെ പ്രവാസിയുടെ തിരിച്ചറിയൽ രേഖയായി ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രവാസികൾ ഏതെല്ലാം രാജ്യങ്ങളിലുണ്ട് എന്നുള്ള വ്യക്തമായ രേഖ വകുപ്പുകൾക്ക് ലഭിക്കുകയും എന്തെങ്കിലും അപകടഘട്ടങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കുന്നതിന് ഈ കാർഡുകൾ ഉപയോഗപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. 2019 കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരത്തിൽ കാർഡുള്ളവരെ പ്രത്യേകം പരിഗണിക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഗവൺമെന്റിന് കഴിയുകയുണ്ടായി. അതുകൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സെപ്റ്റംബർ 22-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓപ്പൺ ചെയ്യപ്പെട്ട നോർക്ക കെയർ എന്നുള്ള പദ്ധതിക്ക് ചേരുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു രേഖ കൂടിയാണ് നോർക്ക ഐഡന്റിറ്റി കാർഡ്. ഈ കാർഡുകൾ ലഭ്യമാകുന്നത് ആർക്കൊക്കെയാണ്? 18 വയസ്സിന് തൊട്ട് 70 വയസ്സ് വരെയുള്ള എല്ലാ പ്രവാസികൾക്കും വിദേശങ്ങളിൽ ഉള്ളവർക്ക് ഈ കാർഡ് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തുള്ളവർക്കും ഈ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ കാർഡ് ഉപയോഗിക്കുന്നതിന് ആനുകൂല്യമുള്ള സ്റ്റുഡൻസുകൾക്കും ഉണ്ടാവും. അവർക്ക് സ്റ്റുഡൻസ് ID എന്ന പേരിൽ ഈ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ കാർഡ് 3 വർഷം കാലാവധിയുള്ള കാർഡാണ്. ഈ കാർഡ് അത് 3 മാസം തികയുന്നതിന് മുമ്പായിട്ട് പുതുക്കാവുന്നതുമാണ്. ഈ കാർഡ് ലഭ്യമാകുന്നത് പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡങ്ങൾ എന്തെല്ലാം ആവശ്യമാണ് എന്നുള്ളത് അത് നിങ്ങളുടെ ഓരോ പാസ്പോർട്ടിന്റെ കോപ്പിയും അതോടൊപ്പം തന്നെ വിസയോ അല്ലെങ്കിൽ ഇക്കാമ അങ്ങനെയുള്ള തിരിച്ചറിയൽ IDകൾ BRP ഉൾപ്പെടെയുള്ള കാർഡുകൾ സമർപ്പിക്കാവുന്നതാണ്. ഒരു ഫോട്ടോയും ഒരു സിഗ്നേച്ചറും അത്യാവശ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഈ കാർഡ് നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനകരമായ ഒന്ന് തന്നെയാണ്. ഈ കാർഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലോ പ്രവാസി സേവാ കേന്ദ്രം തിരുവല്ല എന്ന നമ്പറിലോ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. വാട്സാപ്പിലും ഇത് ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇത് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.